നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഇസ്രായേൽ പിന്തുണയുള്ള പെപ്സിയും കോള കമ്പനികളും ജനങ്ങൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചപ്പോൾ ഇസ്രായേലിന് നഷ്ടമായത് നികത്താൻ കഴിയാത്ത മില്യണുകളും ബില്യണുകളുമായിരുന്നു. സവണപ്പ് അടക്കമുള്ള പെപ്സി ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗം കുറച്ചു, ഉപേക്ഷിച്ചു. ലൈസും ഏരിയലും മറ്റ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും വർജിച്ചു. ഫലസ്തീൻ ജനതക്ക് പിന്തുണ നൽകി ലോകരാജ്യങ്ങൾ ബഹിഷ്കരണം നടത്തിയപ്പോൾ ജൂതന്റെ അടിത്തറ തന്നെ ഇളകി. കോടികളുടെ നഷ്ടം മാത്രമല്ല, ഇസ്രായേൽ പട്ടാളത്തിന് മാസശമ്പളം കൊടുക്കാൻ വകയില്ലാതെ കടത്തിന്റെ മുകളിൽ കടത്തിൽ അവർ മുങ്ങിക്കുളിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന് കണക്കിന് പണി കൊടുക്കുകയാണ് ഫലസ്തീൻ ജനത. കോള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു ശീതളപാനീയം അവർ ഉൽപ്പാദിപ്പിക്കുന്നു. പേര് ഫലസ്തീൻ കോള. 2 മാസത്തിനിടെ ഫലസ്തീൻ കോള എന്ന ഉൽപ്പന്നം 4 ദശലക്ഷം ക്യാനുകളാണ് വിറ്റഴിഞ്ഞതെന്ന് സ്വീഡനിലെ വ്യാപാരികളായ ഫലസ്തീൻ സഹോദരങ്ങൾ പറഞ്ഞു. അവരാണ് അതിന്റെ ഉടമകൾ. പശ്ചിമേഷ്യയിൽ അതിന്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അവർ അറിയിച്ചു. നിരപരാധികളായ ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ജൂത തീവ്രവാദികളുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മനുഷ്യത്വമുള്ളവരുടെ ബാധ്യതയാണ്. ഫലസ്തീൻ മണ്ണ് മോചിതമായി തീരും. അതിനായി നമുക്ക് ഒന്നിക്കാം, ബഹിഷ്കരിക്കാം ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ. അല്ലാഹു തആല ഫലസ്തീൻ ജനതക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ജിയൂഷൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ.